ഫോർച്യൂൺ ഉണ്ട്. അപ്പൊ എന്ത് യാത്രക്ക് എല്ലാവിധ ആശംസകളും. ഒന്നാം നിര കണിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ഫോർച്യൂൺ MG ഷോറൂമിലാണ്. വൈറ്റിലയിലുള്ള EV വണ്ടിയിൽ ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായി നമ്മൾ കൊച്ചിയിലുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി നമ്മളെ വണ്ടി ടെമ്പററി രജിസ്ട്രേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമുക്ക് വണ്ടിക്ക് നമ്പറായി. നമ്മൾ നമ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്തു, ഇന്നലെ ഓർഡർ ചെയ്തു. പെട്ടെന്ന് തന്നെ അവർ ഇന്നലെ വൈകുന്നേരം തന്നെ നമ്പർ റെഡിയായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പിന്നെ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള നമ്പർ ഈ കാണുന്ന പോലെ യെല്ലോ ബോർഡാണ് TPയിലുള്ളത്. അത് മാറ്റി ഇനിയിപ്പോൾ ഏത് നമ്പർ കളർ ചെയ്ത് വരുന്നത്? ഗ്രീനിൽ വൈറ്റ് വരും. നല്ല രസമുണ്ടാകും. അപ്പോൾ ഇലക്ട്രിക് വണ്ടി എന്നുള്ളത് ഒന്നും കൂടി ഐഡൻറ്റിഫൈ ആവും. അപ്പോൾ നമുക്കിനി നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് കാണാം. ഹായ്, നമ്പർ പ്ലേറ്റ് പറഞ്ഞിരുന്നു. നമ്മളെ സെയിം മോഡൽ വണ്ടീൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് ഇത്. യെസ്, നമ്പർ ഇതാവുന്ന വിചാരിച്ചിനാ? No, unexpected. Thank you so much. സെറ്റ് അല്ലേ? സെറ്റ്. വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. സർവീസ് ചെയ്യുന്നത് ഓക്കെ. ഞങ്ങൾ ആക്ച്വലി ഒരു ഓൾ കേരള ട്രിപ്പിലാണ് EV വണ്ടിയിൽ. റിയൽ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഫോർച്യൂൺ ഉണ്ട്. അപ്പോൾ എന്ത് സപ്പോർട്ട്? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. ആ മുമ്പിൽ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, നമുക്ക് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് സെൻറ്ററിലേക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിയാണ്. ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി ഇവരുടെ സർവീസ്. ഇന്നലെ ജസ്റ്റ് വിളിച്ച് പരിചയമുള്ളൂ. ഞാൻ വണ്ടി എടുത്തതുപോലെ വിടുന്നില്ല, എന്നിട്ട് പോലും ഫോർച്യൂൺ MG ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഒന്ന് ഞാൻ പറയാം, MG ഷോറൂമിലത്തെ ഈ ആൾക്കാരുണ്ടല്ലോ, പൊതുവെ നല്ല ഒരു നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇത് അടിപൊളിയാണല്ലേ? സൂപ്പർ. പിന്നെ അതുപോലെ വേറൊരു അത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചെങ്കിൽ, ഇത് മുന്നേ നമ്മൾ ഒരിക്കൽ കാറ് ഫസ്റ്റ് EVൻ്റെ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അടുത്ത ഷോറൂമിലത്തെ ആൾക്കാരുടെ സ്വഭാവം അത്ര വലിയ ഇതില്ല. എടുക്കാം, വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വെറുതെ എന്തിനു അതെ. പക്ഷെ അവര് മാറണം അല്ലെ? നമ്മൾ ബുക്ക് ചെയ്തിട്ട് ബുക്കിംഗ് എമൗണ്ട് പോലും ഇതുവരെ റീഫണ്ട് വന്നിട്ടാ. റിക്വസ്റ്റ് കൊടുത്തിട്ട് കുറേ ആയി. അപ്പോൾ അത് അവർ മാറ്റിയേ പറ്റൂ. കാരണം ഇങ്ങനെയുള്ള സർവീസ് എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ആൾക്കാർ ബെറ്റർ സർവീസ് നോക്കിയിട്ടല്ലേ പോവുള്ളൂ. വെറും ഫീച്ചറും അതേപോലെ തന്നെ ഇത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് വേണമെന്നല്ലേ. ഇത് ഇപ്പോൾ കണ്ട് ഇത്രയും ദൂരം അവർ നമ്മളെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകണതാ. ജസ്റ്റ് ലൊക്കേഷൻ ഇട്ട് അവിടെ പൊക്കോന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതല്ല, അവർ നമ്മളെ മുമ്പിൽ വന്ന് നമുക്ക് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. നമ്മളങ്ങനെ ഇവിടെ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ. ഗൈസ്, നമ്മളങ്ങനെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്തു. പിന്നെ ഈ ഒരു കുഷ്യനും വാങ്ങി, ഈ സാധനം കുഷ്യനും വാങ്ങി. അപ്പോൾ നല്ല ഡിസ്കൗണ്ട് റേറ്റും ചെയ്തു. കോംപ്ലിമെൻ്റ് റേറ്റ് നമുക്ക് MGൻ്റെ 2 ആക്സസറീസും കൂടി തന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. നല്ല സർവീസും കൂടിയാണ്. പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. മാത്രമല്ല എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. ഓക്കെ, ബ്രോൻ്റെ പേര്? അമർ. ആള് നമ്മളെ നാട്ടിൽ പഠിച്ചതാണ്. 18 വർഷം അല്ലേ? ഓക്കെ, അപ്പോൾ പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ ഓക്കെ, കാണാം. പേര് ഉണ്ണി. ആക്സസറീസ് ഇൻചാർജ് അല്ലേ? ആക്സസറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ വളരെ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഞാൻ ഒരുപാട് വണ്ടി ബ്രാൻഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര നല്ല ഒരു ക്വാളിറ്റി സർവീസ്, അതും നല്ല ഒരു സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ കിട്ടുന്നത്. അതെ, ഗിഫ്റ്റും കിട്ടി. അതെ, നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ പോരെ, നിങ്ങളുടെ പോസിറ്റീവും കൂടി പറയണ്ടേ അല്ലേ? അതെ, നല്ല അടിപൊളി സ്വഭാവമാണ്. കാരണം നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ഫസ്റ്റ് വരുന്ന ഓരെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ, അത്രയേ ഉള്ളൂ.
അവരെ ഇത്ര നല്ല രീതിയിൽ, കാരണം അവർക്കറിയില്ല ഞാൻ വ്ളോഗർ എന്നൊന്നും അവർക്കറിയൊന്നുമില്ല. ഞാൻ പിന്നെ പറഞ്ഞതാണ് വ്ളോഗർ എന്നല്ലോ. എന്നിട്ട് നല്ല ബിഹേവിയറാണ്. അപ്പോൾ പിന്നെ നോർമലി എല്ലാ കസ്റ്റമറോടും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. 1 million ബ്ലോഗറാണ്. അതെ, നമ്മളൊരു തുടക്കമാണ്, എന്തായാലും ഒരു വ്ളോഗർ എന്ന് പറയാമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് അടുത്ത പരിപാടിയിലേക്കാണ്. അടുത്ത പ്ലാൻ ഓക്കെ. അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ജിയോ BP-യിലുള്ള അവരെ കാണും. പക്ഷേ ഞാൻ അവരോട് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ വിളിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ഗോപാലപുരം റോഡാണ്. IBIS ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ ജിയോ BP-ൻ്റെ ചാർജർ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല ജിയോ പൾസിൻ്റെ ആള് ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ പോയതിന് ശേഷം അവിടെ വിളിക്കാം, ആളും കൂടി മീറ്റ് ചെയ്യാം അല്ലേ. ഈ ഒരു റോഡ് കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു? കോളനി ഭയങ്കര കഞ്ചസ്റ്റഡ് അല്ലേ. ആ ഹോട്ടൽ പാസ്സായ മതി. അയ്യോണേ, അങ്ങോട്ടേക്ക് തെറ്റേണ്ടതെന്ന് തോന്നുന്നു. ആളിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പുറം വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നമസ്കാരം. എന്തുണ്ട്, സുഖമല്ലേ? കുറെ സമയമായോ വന്നിട്ട്? കറക്റ്റ് ടൈം. പിന്നെ എന്തൊക്കെയുണ്ട്? ഭക്ഷണം കഴിച്ചാ? കഴിച്ചു. ഫുഡ് കഴിക്കാം നമുക്ക്. വണ്ടിക്ക് എന്ത് പറ്റി? സർവീസ് സെന്ററിൽ പോയി നമ്പർ പ്ലേറ്റ് ഇന്നാ കിട്ടിയോ? നമ്പർ കിട്ടി. പിന്നെ അതിന് ഒരു ആപ്പിൽ ഈ ചാർജറേ കാണിക്കുന്നില്ല. MGയുടെ ആപ്പിലാണോ ഇത്? മറ്റേ ഫ്രീ ആയിട്ടുള്ളത് ഫിൽറ്റർ ഇട്ടേക്കാണോ? അല്ല, ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. അത് ചാർജർ ഒന്നും കാണിക്കുന്നില്ല. ഇതിപ്പോ ജിയോന്റെ ഞാനിവിടെ ഇല്ല, എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഗ്ലിച്ച് സെർവർ ആയിട്ടുണ്ടോ. പക്ഷേ കസ്റ്റമർ സർവീസിൽ വിളിച്ചു നോക്കണോ ഇവരെ? So you are unable to see the Jio BP charging station in the eHub by MG app anywhere else. Is that correct, sir? Yeah. This is what your problem. Yeah. Correct? Yeah. And again, you are eligible for the free charge offer. Correct, sir? Yeah, correct. Right now, there is a tech issue going on with the Jio BP chargers. So they are unable to see the charging station through eHub by MG app, where the chargers already in working status, but not visible in the eHub by MG app. Actually, I am facing this issue for last 3 days. നമുക്ക് MG 1000 യൂണിറ്റ് 1 year ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് ജിയോ BP ചാർജറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ഇതേ സെയിം പ്രശ്നം ഫേസ് ചെയ്ത സമയത്ത് MGയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിരുന്നു, കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 48 hours ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 48 hours കഴിഞ്ഞു. വീണ്ടും നമ്മളിവിടെ വന്നപ്പോൾ ഈ ആപ്പിൽ ജിയോ BP-ൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷനും കാണിക്കുന്നില്ല. ഇതിൽ കാണാം 910 ക്രെഡിറ്റ്സ് ഉണ്ട്. ഈ ക്രെഡിറ്റ്സ് റെഡ്യൂം ചെയ്യാനുള്ള ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഞാൻ ആക്ച്വലി ഉള്ളത് അതിൻ്റെ മുമ്പിലാണ്. നേരെ മറിച്ച് നമ്മൾ ജിയോ BP-ൻ്റെ ചാർജിങ് സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ സെയിം ലൊക്കേഷനിൽ തന്നെ ഇവിടെ ചാർജിങ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫ്രീ ആയിട്ട് യൂണിറ്റ് തന്ന് ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാതിരിക്കുകയാണ്. ഇതിനെതിരെ എന്തായാലും എല്ലാവരും പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇവിടെ കണ്ട ഇതിൽ ചാർജിങ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. നമ്മളത് ചാർജിങ് ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. ചാർജ് നൗ, കണ്ടിന്യൂ ചാർജിങ്. ചാർജിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറേ സമയം ഇവിടെ കുത്തിയിട്ട് ഇപ്പോഴാണ് ഇനീഷ്യേറ്റീവ് എടുത്തത്. അന്നേരം തന്നെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തു. MG വണ്ടി എടുക്കുന്നവർ 1000 യൂണിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് കാരണം കൊണ്ട് നിങ്ങൾ MG എടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചോ. ബാക്കിയൊക്കെ കൊണ്ട് അടിപൊളിയാണ്. ഈ ഒരു കാര്യം നമുക്കുണ്ടാവുന്നത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ഗിഫ്റ്റ് ഗൈസ്, നമുക്ക് ജിയോ BP-ൻ്റെ ഒരു നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ലൊരു സർവീസ് ആയിരുന്നു. ആദ്യം കാസർഗോഡ് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അത് ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സാറിൻ്റെ സർവീസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് സാർ എന്ന് പറയൂ. അതിനുശേഷം ജിയോ BP-ൻ്റെ ആപ്പിൽ നമ്മൾ ചാർജർ ഇനീഷ്യേറ്റ് ചെയ്താൽ സ്പോട്ടിലാവുന്നുണ്ട്. വളരെ നല്ല സർവീസായിരുന്നു. ഈവൻ നമ്മളങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കി ക്ലിയർ ചെയ്തു. അവിടെ അന്നെന്തോ വിഷയം ഉണ്ടായിരുന്നറിയില്ല, എന്തായാലും അത് ക്ലിയർ ചെയ്തു.
ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് നമ്മളെ വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്നെ പോലത്തെ ഒരു കസ്റ്റമർ നിങ്ങൾ ഇങ്ങനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കസ്റ്റമറും നല്ല രീതിയിൽ പരിഗണിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ആണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മളിവിടുന്ന് ചാർജ് കുത്തി ഒരു ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് തന്നെ 94% ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോവാണ് നേരെ. ഇനി പോകുന്നുള്ളത് സഫാരി കാർസിലോട്ടാണ്. അപ്പോൾ നമ്മൾ നാളെ കഴിഞ്ഞാൽ നേരെ കൊച്ചി വിടുകയാണ്. നേരെ അടുത്ത സ്റ്റോപ്പിലേക്ക് പോവാണ്. നമ്മൾ അങ്ങനെ ഇവിടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. സഫാരി കാർസിൽ മലപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊച്ചിയുടെ മണ്ണിൽ വലിയൊരു ഷോറൂമായി വ്യാപിച്ചെടുക്കുന്ന സഫാരി കാർസിന് മുമ്പിലാണ്. ആളുകളുടെ ഉള്ളിലുണ്ട്, ഞാൻ കണ്ടു. സുഖല്ലേ? വീഡിയോയിലെല്ലാം കാണലുണ്ട്, കണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. വരുന്നത് ഇവിടെ 2-3 ദിവസമായി. പിന്നെ നമ്മളിങ്ങനെ EV കാറിൽ ഓൾ കേരള ട്രിപ്പ് അടിക്കുകയാണ് വിൻസറിൽ. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് നിന്ന് വരും. ജ്യേഷ്ഠൻ ഉണ്ടല്ലോ, മീറ്റിങ്ങിലാണ്. ഓക്കെ, ആദ്യം ഞാൻ വിചാരിച്ചു 6 മണിക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ഉണ്ടല്ലേ. മെയിനായിട്ട് ഇവിടെ പ്രീമിയം കാർസ് മാത്രമാണ്. മലപ്പുറത്താണല്ലേ. എൻ്റെ ആക്ച്വലി ഡീറ്റെയിലിംഗ് ബിസിനസ്സാണ് അവിടെ. TPF-ഉം അട്ടോസ് ഓട്ടോമോട്ടീവ്. അസ്സലാമലൈക്കും. നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. സുഖം, അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ ഒരു ട്രിപ്പിലാണ്, EV വണ്ടിയിൽ ഓൾ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മളൊക്കെ ചെറിയ ആനുവലുകളാണ്. നമ്മളൊക്കെ ചെറുത് തന്നെയാണ്. പിന്നെ 8 കഴിഞ്ഞാൽ 9 ഉണ്ട്, 9 കഴിഞ്ഞാൽ 10 ഉണ്ട്, 10 കഴിഞ്ഞാൽ 11 ഉണ്ട്. ഈ ലോകത്ത് ആരും വലുതും ചെറുതും ഇല്ലാറില്ലേ? എല്ലാവരും ചെറുതായിട്ട് തന്നെയല്ലേ വലുതാവും. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ തുടങ്ങിയത്, ധൈര്യമായിട്ട് തുടങ്ങി. എന്താ ചാനലിന്റെ പേര്? ഷഫീഖ് ചെമ്പരിക്ക എന്നുള്ളതാണ്. എൻ്റെ പേര് തന്നെയാണ്. പിന്നെ നമ്മളെ സ്ഥാപനം അട്ടോസ് ഓട്ടോമോട്ടീവ് എന്നുള്ളതാണ്. ശരി. അത് ഡീറ്റെയിലിംഗ് ബിസിനസ് ആണ്. യൂസ്ഡ് കാറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ചെറിയ വണ്ടികൾ, എക്സ് കാർ എന്നുള്ള പേര്. അപ്പൊ യാത്രക്ക് എല്ലാവിധ ആശംസകളും, എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയൊക്കെ. ഓക്കെ, ഉയരങ്ങളിലെത്തട്ടെ, ചാനലൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. നിങ്ങളെ കണ്ടതിന് സന്തോഷം. താങ്ക് യു. അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണെങ്കിലേ ഇതൊരു യാത്രന്റെ തുടക്കത്തിലാണ്. അതെ, നിങ്ങൾ ഇവിടെ കാറുമായി കേരളമാകെ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഓൾ ഇന്ത്യ. ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങളെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, എന്നാലും കണ്ടതിന് സന്തോഷം. താങ്ക് യു. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളൊന്നിച്ചുണ്ടായ ഉമ്മാവും അനിയനും ഇപ്പോൾ നാട്ടിലേക്ക് പോവാണ്. ബാക്കി അമ്മ ഇനി തിരുവനന്തപുരം വരെ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ തിരുവനന്തപുരം വരെ പോയിട്ട് വരുന്നു കേട്ടോ. ബാക്കി കാര്യങ്ങളെല്ലാം ഉഷാറാക്കി അമ്മ. അപ്പോൾ പോയി ഉഷാറാക്കി കേട്ടോ. നമ്മൾ തിരുവനന്തപുരം പോയിട്ട് വരുന്നത് ഇൻഷാ അല്ലാഹ്. ഇവിടെ തന്നെ ഓരോ നമ്പർ. നിങ്ങളില്ലേ ഇങ്ങനെ കാല് നീട്ടിട്ടാണ്ട് ഇരുന്നാൽ മതി. ചാരിട്ട് ഇങ്ങനെ ഉമ്മയും അനുജനും അനുജത്തിയും ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ യാത്രക്ക് ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ഇലക്ട്രിക് കാർ യാത്രയിൽ ഇനിയും ഒരുപാട് മനോഹരമായ കാഴ്ചകളും മറക്കാനാവാത്ത അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ആ നിമിഷങ്ങളെല്ലാം അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.